നമസ്കാരം. ഷാഡോ ബ്രോഡ്കാസ്റ്റിംഗ് ഫ്രീ എഡ്യൂക്കേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അമ്മു. ഞാൻ 3ാം ക്ലാസ്സിലെ മലയാളമാണ് പഠിപ്പിക്കുന്നത്. കഴിഞ്ഞ കുറച്ചധികം ക്ലാസ്സുകളിലായി നമ്മൾ 3ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ ആദ്യത്തെ യൂണിറ്റ് ചർച്ച ചെയ്ത് വരികയായിരുന്നു. ആദ്യത്തെ യൂണിറ്റ് കനകച്ചിലങ്കയായിരുന്നു. കനകച്ചിലങ്കയിൽ കുറേ അധികം പാഠഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. കാക്കിരി പൂക്കിരി, വാമൊഴിച്ചന്തം, പഴഞ്ചൊൽ പെരുമ, മാനത്തെ കാഴ്ചകൾ, ആനയും അണ്ണാറക്കണ്ണനും, പിന്നെ ഏതാണ് കാനനോത്സവം, പടയുടെ കെടുതി, അങ്ങനെ കുറച്ചധികം 7ഓളം ഉപപാഠഭാഗങ്ങൾ കാനനച്ചിലങ്ക എന്ന ഒരു യൂണിറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പാഠഭാഗങ്ങൾ മുഴുവനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ വ്യാഖ്യാനവും അർത്ഥങ്ങളും രസകരമായ രീതിയിൽ നാടോടി കഥകളും കവിതകളും കടങ്കഥകളും പഴഞ്ചൊല്ലുകളും ഒക്കെയായി നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു യൂണിറ്റിൻ്റെ, കനകച്ചിലങ്ക എന്ന് പറഞ്ഞ ഒരു യൂണിറ്റിൻ്റെ അതുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ, പാഠ്യേതര പ്രവർത്തനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തു തുടങ്ങാം. ചർച്ച ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ രസകരമായ ഒരു കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാം, ആരംഭിക്കാം. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. നമ്മൾ ആദ്യം തന്നെ ചർച്ച ചെയ്തിരുന്നു വായ്ത്താരികളെക്കുറിച്ച്. ഓർമ്മയുണ്ടോ എൻ്റെ മക്കൾക്ക്? വായ്ത്താരികൾ നമ്മൾ അധ്വാനം ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ആസ്വാദികരമാക്കാൻ വേണ്ടിയിട്ടും പാട്ടുകൾ പാടുന്നതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്ന ഈരടികളെയാണ് നമ്മൾ വായ്ത്താരികൾ എന്ന് പറഞ്ഞത്, അല്ലേ? നമ്മൾ അങ്ങനെ കുറേ വായ്ത്താരികൾ ടീച്ചർ ക്ലാസ്സിൽ പാടി തന്നിരുന്നു. നിങ്ങളോട് അധികം വായ്ത്താരികൾ ശേഖരിക്കാൻ പറഞ്ഞിരുന്നു. അമ്മയെയും അച്ഛനെയൊക്കെ പാടി കേൾപ്പിക്കാൻ പറഞ്ഞിരുന്നു. മറന്നുപോയോ? മറന്നുപോയെങ്കിൽ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഒന്നും കൂടി അത് ആവർത്തിച്ചത്. അപ്പോൾ അത് മറക്കാതിരിക്കാനും കൂടുതലായി ഓർക്കാനും വേണ്ടിയിട്ട് ഒരു 2 പാട്ട് ഞാനിവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് അത്തരത്തിലുള്ള നാടൻ പാട്ടുകളാണ്, വായ്ത്താരികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നാടൻ പാട്ടുകളാണ്. ഇത് നമുക്കൊന്ന് പാടി നോക്കാം. ഈ 2 പാട്ടും നിങ്ങൾ നല്ലതുപോലെ കേട്ടിട്ടുള്ള പാട്ടുകളായിരിക്കും. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പാടി നോക്കാം. കുട്ടനാടൻ പുഞ്ചയിലെ തെയ്തേതകതെയ്തേതോ കൊച്ചു പെണ്ണെ കുയിലാളെ തിത്തിത്താരാ തെയ്തേ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ ദിത്തിത്താരാ ദിത്തിത്തേതകതെയ്തേതോ ഓ ദിത്തിത്താരാ ദിത്തിത്തേതകതെയ്തേതോ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ ദിത്തിത്താരാ ദിത്തിത്തേതകതെയ്തേതോ ഓ ദിത്തിത്താരാ ദിത്തിത്തേതകതെയ്തേതോ വരവേൽക്കാൻ ആളു വേണം, കൊടി തോരണങ്ങൾ വേണം, വിജയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. ഓ ദിത്തിത്താരാ ദിത്തിത്തേതകതെയ്തേതോ ഓ ദിത്തിത്താരാ ദിത്തിത്തേതകതെയ്തേതോ. ഇതൊരു വഞ്ചിപ്പാട്ടാണ്. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് പാടുന്ന പാട്ടാണ് വഞ്ചിപ്പാട്ട്. അടുത്തത് നോക്കേ, ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു ആൽബം സോങ് ആണ്. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിഞ്ഞാട് കൊരപറിച്ചാട്ടെ. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാൽ കൊരപറിച്ചാട്ടെ. തക തക താത്തിനന്തകതെയ്താരോ തകതിനന്തകതെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകതെയ്താരോ താത്തിനന്തകതെയ്താരോ തകതിനന്തകതെയ്താരോ താത്തിനന്തക തകതിനന്തക തകതിനന്തകതെയ്താരോ. അപ്പോ ഇതൊക്കെ എന്താണ്? നാടൻ കവിതകളാണ്, നാടൻ പാട്ടുകളാണ്. ഈ പാട്ടുകൾ, ഇതുപോലെയുള്ള നിരവധി പാട്ടുകൾ നമുക്ക് ഇന്ന് എന്താ ചെയ്യാം, നമ്മുടെ ഫോണിൽ തന്നെ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് കൂടുതൽ കവിതകൾ ശേഖരിച്ച് നിങ്ങളുടെ ഭാഷാ പുസ്തകത്തിൽ എന്ത് ചെയ്യാം, എഴുതി ചേർക്കാം. പിന്നീട് നമ്മൾ പഠിച്ച വാമൊഴിച്ചന്തം എന്ന് പറഞ്ഞ ഒരു പാഠഭാഗം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ആ പാഠം ഏതാണെന്ന് മറന്നു പോയോ? എങ്കിൽ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ
ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാൻ രണ്ടാം കുന്നിന്മേലൂഞ്ഞാല്, രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ, തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാത്താൻ നാലാം കാട്ടിലെ പൊന്മാല, നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ, തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. അപ്പോ ഈ വായ്ത്താരി, ഈ ഒരു കവിത, ഇതിനോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാം? തുടർച്ചയായ ചില വരികൾ എഴുതി കണ്ടെത്താമോ എന്ന് ഒരു ചോദ്യം പാഠപുസ്തകത്തിലുണ്ട്. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? പാഠപുസ്തകത്തിലുള്ളൂ. നമുക്ക് തുടർച്ചയായിട്ട് കുറച്ച് വരികളും കൂടി ഇതിൽ എന്ത് ചെയ്യാം? എഴുതി ചേർക്കാം. നോക്കേ, അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും പോകാൻ ആറാം കടവിലെ പൂന്തോണി, ആറാനമ്മയ്ക്കും മക്കൾക്കും കാണാൻ ഏഴാം കാവിലെ തുള്ളാട്ടം. അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും പോകാൻ ആറാം കടവിലെ പൂന്തോണി, ആറാനമ്മയ്ക്കും മക്കൾക്കും കാണാൻ ഏഴാം കാവിലെ തുള്ളാട്ടം. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ, തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. ഇതിനോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വീണ്ടും വരികള് കൂട്ടിച്ചേർക്കാം. അതിന്റെ ആവശ്യമില്ല, ഇത് തന്നെ മതിയാകും. പിന്നീട് ഞാൻ വായ്ത്താരികളെ കുറിച്ച് പറഞ്ഞു, നാടൻ പാട്ടുകളെ കുറിച്ചിട്ട് പറഞ്ഞു. നമ്മള് ഒരു ഒട്ടനവധി നാടൻ പാട്ടുകളെ കുറിച്ച് ചർച്ച ചെയ്തു. പിന്നീട് എന്താണ്? വായ്ത്താരികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. നിരവധി വായ്ത്താരികൾ അടങ്ങിയ ഒരു ഇത് ഞാൻ എന്ത് ചെയ്തു? നിങ്ങളെ കാണിക്കുകയും ചെയ്തു. ഇതിൽ കുറെ ഭാഗങ്ങൾ ഞാൻ ചൊല്ലി കേൾപ്പിക്കുകയും ചെയ്തു. ഇതിൽ തന്നെ ഒരുപാട് വായ്ത്താരികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോകാം. അടുത്തത് നമ്മളെ ഏതാണ്? പഴഞ്ചൊൽ പെരുമ എന്ന് പറഞ്ഞ പാഠഭാഗത്തിലെ വിവരണം വായിച്ച് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തും. നമ്മൾ ആ വിവരണം വായിച്ച് കുറെ പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി നമ്മൾ സർക്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ആ വിവരണത്തില് കൊടുത്തിട്ടുള്ള 3 പഴഞ്ചൊല്ലുകളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ. ഞാൻ പറഞ്ഞില്ലേ എന്തായിരുന്നു? കുട്ടികൾ ഭയങ്കര ബഹളമയമായിരുന്നു പുറത്തു നിന്ന് കളിക്കുമ്പോൾ, അല്ലേ? ഭയങ്കര ബഹളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ചൊല്ലാണ്, അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയുന്ന ഒരു ചൊല്ലാണ് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ ബഹളം. അതാണ് ഉദ്ദേശിക്കുന്നത്. അരി എറിഞ്ഞാൽ 1000 കാക്ക. അതെന്താണെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നെയ്യപ്പത്തിന്റെ മണം, നെയ്യപ്പത്തിന്റെ വാസന വന്നപ്പോഴേക്കും കുട്ടികൾ എല്ലാവരും കളി നിർത്തി വീട്ടിന്റെ അകത്തേക്ക് പോകാനായിട്ട് പോയി. എന്താ കാരണം? നല്ല നെയ്യപ്പത്തിന്റെ വാസന. ഇനി അവർക്ക് കളിക്കാൻ ഒന്നും പറ്റത്തില്ല. ഇനി അവർക്ക് എന്തേ പറ്റൂ? നെയ്യപ്പം കഴിക്കണം. ആ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതാണ് അരി എറിഞ്ഞാൽ 1000 കാക്ക. എന്താ, ഒരു അരി അങ്ങോട്ട് എറിഞ്ഞു കൊടുത്താൽ എല്ലാ കാക്കകളും കൂടി ഇങ്ങ് കൂടും. അതുപോലെ നെയ്യപ്പത്തിന്റെ വാസന വന്നതും കുട്ടികൾ എല്ലാവരും കൂടി. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 3, ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ട്. അതും നമ്മൾ പറയുകയുണ്ടായി. എന്തായിരുന്നു? നമ്മുടെ ബേബിക്കുട്ടിക്ക് തലവേദന വന്നു, ഇല്ലേ? ബേബിക്കുട്ടിക്ക് കളിക്കാനും പറ്റിയില്ല. ബേബിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാനും അവൾക്ക് പറ്റിയില്ല. കാരണം എന്താ? തലവേദനയായിട്ട് ഇരിപ്പായിരുന്നു, അല്ലേ? ഇവിടെ പറയുന്നുണ്ട് അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നതുകൊണ്ട് കാക്കയുടെ വരവിനെ മാത്രമാണോ സൂചിപ്പിക്കുന്നത്? അല്ല. നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. അരി എറിഞ്ഞാൽ 1000 കാക്ക എന്ന് പറഞ്ഞത് കാക്കയെ മാത്രമാണോ? അല്ല. അവിടെ കുട്ടികളെയാണ് നമ്മൾ അവിടെ ഉദ്ദേശിച്ചത്, അല്ലേ? ആ പാഠഭാഗത്തിൽ നമ്മൾ കുട്ടികളെയാണ് ഉദ്ദേശിച്ചത്. നെയ്യപ്പത്തിന്റെ വാസന വന്നതും എല്ലാ കുട്ടികളും കൂടെ ഒരുമിച്ച് ചേർന്നു. അതുപോലെ തന്നെയാണ് മറ്റു അവസരങ്ങളിൽ നമുക്ക് ഈ വാക്യം, ഈ പഴഞ്ചൊല്ല് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇതുപോലുള്ള അവസരങ്ങളിൽ, ഇതുമായി ഈ ഒരു അർത്ഥവുമായിട്ട് യോജിക്കുന്ന അവസരങ്ങളിൽ. നാടോടി കവിതകൾ എന്ന് പറഞ്ഞൊരു പാഠഭാഗത്തില് നമ്മള് കുറെ പദക്കൂട്ടുകൾ, തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൽ തന്റെ ശാഖയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്? പദക്കൂട്ടുകൾ പഠിച്ചു. ചില പദങ്ങളെ തമ്മിൽ ചേർത്ത് കൂട്ടുകളാക്കി എഴുതിയേക്കാണ്. അപ്പൊ അത് ഉദ്ദേശിക്കുന്നത് ചിലപ്പോ നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന അർത്ഥമായിരിക്കത്തില്ല, അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം. അത്തരത്തിലുള്ള ചില പദക്കൂട്ടുകളെ നമുക്ക് എന്ത് ചെയ്യാം? പരിചയപ്പെടാം. ഇവിടെ മാനത്തെ കാഴ്ചകളിൽ നീരില്ല, നീലക്കായലിൽ ഇളകും തിരയിൽ നീരില്ല, നിലയില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയില്ലേ, നീലക്കായൽ എന്നവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? നീലക്കായലിനെയാണോ? അല്ല, ആകാശത്തിനെയാണ് അവിടെ ഉദ്ദേശിച്ചത്. ഇത്തരത്തില് വായിക്കുമ്പോൾ ഒരർത്ഥവും അതിന്റെ ഉള്ളില് മറ്റർത്ഥവും ഒളിഞ്ഞിരിക്കുന്ന ചില പദങ്ങളെയാണ് നമുക്ക് ഇനി പരിചയപ്പെടാനുള്ളത്, പദക്കൂട്ടുകളെ. നോക്ക്, പാൽ പുഞ്ചിരി എന്ന് വെച്ചാൽ എന്താണ്? ചിരിക്കുമ്പോ പാല് വരും എന്നാണോ?
അല്ലെങ്കിൽ പാല് പോലെയുള്ള ചിരി എന്നാണോ? അങ്ങനെ ഒരു ചിരി ഉണ്ടോ? ഇല്ല. പാൽപുഞ്ചിരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭംഗിയുള്ള ചിരി. ചിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ചില ആളുകളെ കാണാനില്ലേ, ചിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ആയി നല്ല പാൽപുഞ്ചിരി. പിന്നെ നമുക്ക് പറയാം, കൊച്ചു കുഞ്ഞുങ്ങളുടെ ചിരിയെ നമുക്ക് എന്തായിട്ട് ഉപമിക്കാം? പാൽപുഞ്ചിരി ആയിട്ട് പറയാം. കുഞ്ഞു കുട്ടികളുടെ ചിരിയെ നമുക്ക് എന്തായിട്ട് പറയാം? പാൽപുഞ്ചിരി ആയിട്ട് പറയാം. ആകാശക്കോട്ട എന്ന് വെച്ചാൽ എന്താ? ആകാശമുട്ട ഒരു കോട്ട കെട്ടി വെച്ചിരിക്കുന്നു എന്നാണോ? ആകാശത്തിന്റെ അത്രയും ഒപ്പത്തില് ഉയരത്തില് ഒരു കോട്ട കെട്ടി വെച്ചിട്ടുണ്ടെന്നാണോ? അല്ല. ആകാശക്കോട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? മനോരാജ്യം എന്ന് വെച്ചാൽ എന്താ? നമ്മള് നടക്കാൻ ഒരു സാധ്യതയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വെറുതെ ഇരുന്ന് എന്ത് ചെയ്യും? സ്വപ്നം കാണും ഇല്ലേ? നമുക്ക് സ്വപ്നം കാണാൻ ഭയങ്കര ഉത്സാഹമാണ്. പക്ഷെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് നമുക്ക് പ്രയാസം. നമ്മളിൽ പലർക്കും പ്രയാസം അല്ലേ? ടീച്ചർ നേരത്തെ പറഞ്ഞു, കണ്ണോത്സവം പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു, കലോത്സവത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ? നമുക്ക് പല കഴിവുകളും ഒളിഞ്ഞു കിടപ്പുന്നുണ്ടാവും. നമ്മളത് കണ്ടെത്തി വിജയിക്കാൻ നമ്മൾ പ്രയത്നിക്കണം. അല്ലാതെ നമുക്കത് ചേരാൻ ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അതിൽ മത്സരത്തിൽ ചേരാനും അത് പ്രയത്നിക്കാനും പ്രാക്ടീസ് ചെയ്യാനും അതിൽ വിജയിക്കാനും എന്ത് വേണം? ആ കഴിവ് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതുപോലെ എന്താണ്? ആകാശക്കോട്ട, മനോരാജ്യം. എന്താ വെറുതെ മനോരാജ്യം കണ്ടിട്ട് കാര്യമില്ല. എന്ത് ചെയ്യണം? അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ ആകാശക്കോട്ട എന്ന് പറഞ്ഞാൽ എന്താ? ആകാശം മുട്ടയുള്ള കോട്ടയല്ല, വെറുതെ ദിവാസ്വപ്നം കണ്ട് നടക്കാം, മനോരാജ്യം കാണാം എന്നാണ് അതിന്റെ അർത്ഥം. മുതലക്കണ്ണീർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കരയുമ്പോൾ കണ്ണീരിന് പകരം മുതല വരും എന്നാണോ? അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? അങ്ങനെ ഒരു കണ്ണീരുണ്ടോ? ഇല്ല. അതോ ഇനി മുതല കരയുന്നതാണോ? മുതല കരയുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊന്നും അല്ല. എന്താ അതിന്റെ അർത്ഥം നോക്കേ? കൃത്രിമമായ സങ്കടം എന്ന് വെച്ചാൽ എന്താ? നമ്മൾ വീട്ടില് നമുക്കൊരു സൈക്കിള് വേണം. നമ്മൾ 5ാം ക്ലാസ്സിൽ എത്തിയതേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ 4ൽ എത്തിയതേ ഉള്ളൂ, 3ൽ എത്തിയതേ ഉള്ളൂ. നമുക്കൊരു സൈക്കിൾ വേണം. അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയും പറയാണ്, പറ്റത്തില്ല, ഇപ്പൊ നിനക്ക് സൈക്കിൾ ഒന്നും വാങ്ങിച്ചു തരാൻ പറ്റത്തില്ല, നീ 3ലായിട്ടേ ഉള്ളൂ, ചെറിയ കുട്ടിയാണ്. സൈക്കിൾ എടുത്ത് റോഡിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട്, അപകടം വരാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്, അതുകൊണ്ട് നിനക്ക് ഇപ്പൊ സൈക്കിൾ ഒന്നും വാങ്ങിച്ചു തരില്ല എന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കള്ളക്കരച്ചിൽ കരയും അല്ലേ? എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മള് കള്ളക്കരച്ചിൽ കരയാൻ തുടങ്ങും അല്ലേ? എന്റെ കൂട്ടുകാരിക്ക് ഉണ്ട്, എന്റെ അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നിരാഹാരമൊക്കെ കിടക്കാൻ ശ്രമിക്കും. ഒരു നേരമൊക്കെ ആഹാരം കൊണ്ട് ഒളിപ്പിച്ചൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? അവരെ മുമ്പിൽ നമ്മൾ കഴിച്ചില്ലാന്ന് നടിക്കും. എന്നിട്ട് നമ്മൾ ഒളിച്ചിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉള്ള ബിരുദന്മാരുണ്ടാവും അല്ലേ? എന്താ മുതലക്കണ്ണീരെന്ന് വെച്ചാൽ ഇല്ലാത്ത കണ്ണീര്, ഇല്ലാത്ത സങ്കടം, കൃത്രിമമായിട്ട് അഭിനയിക്കുകയാണ്, വെറുതെ കരയാണ്. ഉള്ളിയൊക്കെ എടുത്ത് കണ്ണിലൊക്കെ തേച്ചിട്ട് കരയുന്ന ആൾക്കാരുണ്ടാവും ഇല്ലേ? നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടാ? അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. നമ്മള് രക്ഷിതാക്കൾ എന്താണ്? നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. അവർക്ക് തോന്നാണ് ഇനി ഇവള് സൈക്കിൾ കൊണ്ടുപോയാലും അപകടമൊന്നും വരുത്തില്ല എന്ന് അവർക്ക് തോന്നുന്ന ഒരു സമയത്ത് അവർ നമുക്ക് എന്ത് ചെയ്യും? ചോദിക്കാതെ തന്നെ അതൊക്കെ വാങ്ങിച്ചു തരും. ഇതിപ്പോ ഞാൻ സൈക്കിൾ എന്ന് പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞാണ്. ആരും വീട്ടിൽ പോയിട്ട് സൈക്കിൾ വേണമെന്നൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. അപ്പൊ എന്താണ് മുതലക്കണ്ണീർ എന്ന് പറഞ്ഞാൽ? കൃത്രിമമായ സങ്കടം, ഇല്ലാത്ത സങ്കടം അഭിനയിക്കുന്നതിനാണ് നമ്മൾ മുതലക്കണ്ണീർ എന്ന് പറയാം. ആനമുട്ട, അങ്ങനെ ഒരു മുട്ട ഉണ്ടാ? ആനമുട്ട, ആനയുടെ അത്രയും വലിപ്പമുള്ള മുട്ട ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ നമ്മൾ പറയുന്നത്? ഇല്ല. അത് തന്നെ അതിന്റെ അർത്ഥം. ഇല്ലാത്തൊരു വസ്തുവിനാണ് നമ്മൾ പറയുന്നത് ആനമുട്ട. പിന്നെ ഒരു ആനമുട്ട എന്ന് നമ്മൾ പറയത്തില്ലേ കൂട്ടുകാരോടൊക്കെ? അടുത്തെന്താണ്? ആനക്കള്ളം. അതടുത്തത് ഒരു ആനയല്ലേ? ആനക്കള്ളം എന്ന് വെച്ചാൽ എന്താ? ആനയുടെ അത്രയുള്ള കള്ളം എന്നാണോ? അല്ല, വലിയ കള്ളം. എന്നാലും നീ ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞല്ലോ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? എന്താ ഒരു കാര്യം ഉണ്ടാവത്തില്ല, വെറുതെ പറയുന്നതാണ്. വലിയ എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ മുമ്പിൽ ഹീറോ ആവാന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും നമ്മൾ കൂട്ടുകാരൊക്കെ? വലിയ കള്ളങ്ങളൊക്കെ ഒന്ന് പറയും ഇല്ലേ? ഞാൻ പുലിനെ കണ്ടു, ഞാൻ പുലിനെ തൊട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കള്ളമല്ലേ അത്? സൂലു ഒക്കെ പോകുമ്പോൾ നമ്മൾ പുലിയെ തൊടാനൊക്കെ നമുക്ക് പറ്റുമോ? പോയിട്ട് വന്നിട്ട് നമ്മളോട് എന്ത് പറയും? ഞാൻ പോയിട്ട് പുലിനെ തൊട്ടു എന്ന് പറയും അല്ലേ? ഇത്തരത്തിലുള്ള ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആനക്കള്ളം. ഇങ്ങനെ പറയുന്നവരെ നമുക്ക് എന്ത് പറയാം? ആനക്കള്ളനെന്നും ആനക്കള്ളി എന്നും ഒക്കെ പറയാം അല്ലേ? അടുത്തത് പഴഞ്ചൊൽ പെരുമയിലെ തന്നെ മറ്റൊരു പ്രവർത്തനമാണ് ഒരുമ തന്നെ പെരുമ. ഇവിടെ കണ്ടോ, ഞാൻ ഈ ഒരു കാര്യം പാഠം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉറുമ്പിന്റെ കാര്യം അല്ലേ? ഉറുമ്പ് വളരെ ചെറിയൊരു പ്രാണിയാണ്. അതിനെന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരുപാട് ഭാരമുള്ള വസ്തു ഒന്നും എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാലും അവർ അടങ്ങിയിരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അവരെന്ത് ചെയ്യാണ് നോക്കേ? ഒരാൾക്ക് ഒറ്റയ്ക്ക് പൊക്കാൻ കഴിയില്ലെന്നേ ഉള്ളൂ.
അവരെന്ത് ചെയ്യാണ്? അതാണ്ട് ഒരുമിച്ച് പൊക്കി എടുത്തോണ്ട് പോവാണ്. ഒരാളെ കൊണ്ട് സാധിക്കാത്തത് 5-6 പേര് ഒരുമിച്ച് നിന്നപ്പോ സാധിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? ഒത്തുപിടിച്ചാൽ മലയും പോരും, ഒരുമ തന്നെ പെരുമ. 2 എണ്ണം നമുക്ക് അവിടെ എഴുതാം. ഒത്തുപിടിച്ചാൽ മലയും പോരും എഴുതാം, ഒരുമ തന്നെ പെരുമയെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാൻ പറ്റും. ഈ 2 പഴഞ്ചൊല്ലും നമുക്കിവിടെ ഉപയോഗിക്കാം. ഇവിടെ യോജിച്ചതാണ്, ഒത്തുപിടിച്ചാൽ മലയും പോരും. ഇതിന് വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു കമ്പ് എടുത്ത് നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കമ്പിനെ ഓടിക്കാൻ പറ്റും അല്ലേ? വളരെ എളുപ്പത്തിൽ ആ കമ്പിനെ ഓടിക്കാൻ പറ്റും. 2 എണ്ണം തന്ന 2 ഈർക്കിൽ തരാണ്, അതിനെ നമുക്ക് ഓടിക്കാൻ പറ്റും. പക്ഷേ ഒരു 10, 20, 30 ഈർക്കിലുകൾ ഒരുമിച്ച് ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ കയ്യിലോട്ട് തരുവാണെങ്കിൽ നമുക്ക് ഓടിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്താ കാരണം? അവർ ഒരുമിച്ച് നിൽക്കാണ്. ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒറ്റയ്ക്ക് നിന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഒടിച്ചു വിടാം. അതുപോലെ തന്നെ എന്താണ്? ഒറ്റയ്ക്ക് നിന്നാൽ നമുക്ക് ഒന്നും നടക്കത്തില്ല. ഒരുമിച്ച് നിന്നാൽ നമുക്ക് പലതും സാധിക്കാൻ പറ്റും. അപ്പം ഈ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്കത് വ്യക്തമാണ്. അപ്പൊ ഇതുപോലുള്ള ധാരാളം പഴഞ്ചൊല്ലുകളുണ്ട്. നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അടിതെറ്റിയാൽ ആനയും വീഴും, അണ്ണാറക്കണ്ണനും തന്നാലായത്, അത്തം പത്തിന് പൊന്നോണം, അങ്ങനെ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, ഒരുപാട് പഴഞ്ചൊല്ലുകൾ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഇതുപോലുള്ള പഴഞ്ചൊല്ലുകൾ നിങ്ങളും ഒന്ന് കണ്ടെത്താൻ ശ്രമിച്ചു നോക്കൂ. ബാക്കി പഠന പ്രവർത്തനങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.